നിരന്തര ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ അത്താണി-പത്താഴക്കുണ്ട് റോഡ് ഒടുവിൽ ജനതയ്ക്ക് സമ്മാനിക്കുന്നത് ദുരന്തമുഖം. ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന ഉയരയിടത്തെ റോഡിന് സുരക്ഷാഭിത്തി, നടപ്പാത, കാനകൾ എന്നിവയില്ല. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് ജനം. നവോദയ നഗറിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. മറ്റ് വാഹനങ്ങൾക്ക് സൈഡ് നൽകുമ്പോൾ താഴ്ചയിലേക്ക് മറിയാൻ സാധ്യത ഏറെയാണ്. മഴ പെയ്താൽ വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിച്ചെത്തുമെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൂമല ഡാമിലേക്ക് അടക്കം നിരവധി വാഹനങ്ങളാണ് ഈ വഴിയിലൂടെ കടന്നുപോകുന്നത്. നടപ്പാത പോലും ഇല്ലാത്തതും വലിയ ഭീഷണിയാകുന്നു. കട്ട വിരിച്ചതോടെ റോഡ് 1 മീറ്ററിലധികം ഉയർന്നു. ജനങ്ങളെ ദുരന്തമുഖത്തേക്ക് തള്ളിവിടുന്ന അധികൃതരുടെ നടപടിക്കെതിരെ DCC സെക്രട്ടറി ജിജോ കുര്യൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്ന് നാട്ടുകാരായ ലീലാമണി ശങ്കരൻ, ജോജോ കുര്യൻ, TC വാസു, AV തങ്കൻ, TK പ്രദീപ്, ബിജു ജോസ്, PR സുഭാഷ്, അനൂപ് സെബാസ്റ്റ്യൻ, ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു. അപകടകരമായിട്ടുള്ള പണിയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അധികാരികൾ ശ്രദ്ധിക്കാതെ, ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കാതെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി കട്ട വിരിച്ചത് ഒരു മീറ്റർ താഴ്ചയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീടുകളിലേക്ക് ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത്. ഒരു 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഒരു ജീപ്പും 2 കാറ് വന്നാൽ തന്നെ മാറി നിൽക്കാൻ കാൽനടക്കാരൻ നടന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കാത്ത ഒരു അപകടകരമായാണ്. പിന്നെ ഈ ബോക്സ് കോൺക്രീറ്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത് വെറുതെ മണ്ണിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്താണ് അടിച്ചവർ വെച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വഴി ഇത്തിരി വീതി കൂട്ടിയിട്ട് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴി വേണമെന്നാണ് ആഗ്രഹം. അതിന് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് ഞങ്ങളുടെ ഈ വഴിയുടെ അവസ്ഥ ഒന്ന് എന്തായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു വഴി വേണം. ഇത് വീതി കൂട്ടണം. ജില്ലാ പഞ്ചായത്തുകാർ സൈഡ് കെട്ടിയപ്പോൾ റോഡിനെ കണ്ടുകൊണ്ടാണ് ഹൈറ്റ് ഇതാക്കിയത്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സൈഡ് കെട്ടിയത് താഴ്ന്നിട്ടും റോഡ് പൊങ്ങിയിട്ടും വീടുകൾക്ക് ഇറങ്ങണമെങ്കിൽ റാമ്പ് വെക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് ധാരാളം വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഒരു 85 വയസ്സുള്ള അമ്മയാണ്. ആ അമ്മയെ കൈ പിടിച്ചിറക്കേണ്ട ഗതികേടിലാണ് ഈ റോഡ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് പരിഹാരമായി ഈ സൈഡ് കെട്ടി ഉയർത്തി ഈ റോഡിൻ്റെ ലെവലാക്കി തന്ന് സ്റ്റെപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. പത്താഴക്കുണ്ട് അത്താണി ഡാം റോഡിൻ്റെ അവസ്ഥയാണ് ഞങ്ങളിന്ന് സൂചിപ്പിക്കാനാണ്. ഞങ്ങളിതിനു മുമ്പ് ഇത് പ്രതിഷേധമായി അധികാരികൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതിനൊന്നും തീരുമാനമായിട്ടില്ല. 10 വർഷമായി തകർന്നു കിടന്ന റോഡ് എങ്ങനെയെങ്കിലും പണിത് പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണം, കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുഖമായി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സ്വപ്നം കണ്ട ഒരു റോഡാണ്. ആ റോഡ് അശാസ്ത്രീയമായി പണി കഴിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വീടുകളിലേക്ക് മുഴുവനും മഴക്കാലത്ത് വെള്ളം മുഴുവൻ വീടുകളിലേക്ക് മറിയുകയും ഒരു വണ്ടി സൈഡ് കൊടുത്താൽ ആ സൈഡ് കൊടുത്ത വണ്ടി ഉറപ്പാണ് താഴത്തെ വീടുകളിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിക്കുകയും മരണം വരെ സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കേരളത്തിൽ അപകടം വന്നതിന് ശേഷം ആ അപകടം ഇനി വരാതിരിക്കാൻ വേണ്ടിയുള്ള സമരമാണ് ചെയ്തു വരുന്നത്. ഇത് ഞങ്ങൾ അപകടം വരുന്നതിന് മുമ്പ് ജനശ്രദ്ധയിലും പെടുത്തുകയാണ്, ഒപ്പം തന്നെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.